നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നയപ്രഖ്യാപന പ്രസംഗത്തിൽ സർക്കാരിനെതിരെ ഗവർണർ അതൃപ്തി പ്രകടിപ്പിച്ചത് സർക്കാരിനേറ്റ തിരിച്ചടിയാണെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. ചക്കിട്ടപ്പാറ പഞ്ചായത്തിൽ ഭിന്നശേഷിക്കാരൻ ജോസഫിന്റെ മരണവുമായി ബന്ധപ്പെട്ട നുണപ്രചരണങ്ങളെ തള്ളിക്കളയണമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിൽകുമാർ. സർക്കാർ അനുമതി നൽകിയാൽ സഹകരണ മേഖലയിൽ സർവകലാശാല സ്ഥാപിക്കുമെന്ന് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ചെയർമാൻ രമേശൻ പാലേരി. കോഴിക്കോട് നഗരം കേന്ദ്രീകരിച്ച് സാമുദായിക സൗഹൃദ കൂട്ടായ്മ മലബാർ ഇനീഷ്യേറ്റീവ് ഫോർ ഹാർമണി മിഷ് രൂപീകരിച്ചു. ഞാൻ രാജശ്രീ കൃഷ്ണദാസ്. വിശദമായ വാർത്തകളിലേക്ക്. നയപ്രഖ്യാപന പ്രസംഗത്തിൽ സർക്കാരിനെതിരെ ഗവർണർ അതൃപ്തി പ്രകടിപ്പിച്ചത് സർക്കാരിനേറ്റ തിരിച്ചടിയാണെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന സർക്കാരാണ്, എന്നാൽ കേന്ദ്ര സർക്കാരാണ് പ്രതിസന്ധിക്ക് പിന്നിലെന്ന് വരുത്താനാണ് നീക്കം നടക്കുന്നതെന്നും സുരേന്ദ്രൻ ആരോപിച്ചു. ഇന്ന് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണറുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള അതൃപ്തി സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മുഖത്തേറ്റ വലിയൊരു തിരിച്ചടിയാണ്. സംസ്ഥാന ഗവൺമെൻറ് അനാവശ്യമായി കേരളത്തിലെ പ്രതിസന്ധികൾക്ക് കേന്ദ്ര സർക്കാരാണ് ഉത്തരവാദി എന്ന് വരുത്തി തീർക്കാൻ, തെറ്റായ രാഷ്ട്രീയ പ്രചരണം നടത്താൻ നിയമസഭയെ ഉപയോഗിച്ചതിനുള്ള തിരിച്ചടിയാണത്. കവലപ്രസംഗം നയപ്രഖ്യാപന പ്രസംഗമായി നിയമസഭയിൽ അവതരിപ്പിക്കുന്ന രീതി അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള സന്ദേശമാണിത് നൽകുന്നത്. CPM നേതാക്കൾ, മുഖ്യമന്ത്രി അടക്കം പൊതുയോഗങ്ങളിൽ പ്രസംഗിക്കുന്ന അവാസ്തവമായിട്ടുള്ള കാര്യങ്ങളാണ് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പിടിപ്പുകേടാണ് എന്നുള്ള വസ്തുത മറച്ചുവെച്ചുകൊണ്ട് നിലവിലെ പ്രതിസന്ധിക്ക് ഉത്തരവാദി കേന്ദ്ര സർക്കാരാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു നീചമായ ശ്രമമാണ് കേരളത്തിൽ നടക്കുന്നത്. അത് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉൾക്കൊള്ളിച്ച് നയപ്രഖ്യാപന പ്രസംഗം മുഴുവൻ കേന്ദ്രത്തിനെ കുറ്റം പറഞ്ഞ് സ്വന്തം ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടാനുള്ള നീക്കമാണ് സർക്കാർ നടത്തിയത്. ആ നീക്കത്തിനുള്ള തിരിച്ചടിയാണ് ഗവർണറുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. സംസ്ഥാന നിയമസഭയെ സ്ഥിരമായി രാഷ്ട്രീയമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പതിവാണ് കേരളത്തിലുള്ളത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ചക്കിട്ടപ്പാറ പഞ്ചായത്തിൽ ഭിന്നശേഷിക്കാരൻ ജോസഫിന്റെ മരണവുമായി ബന്ധപ്പെട്ട നുണപ്രചരണങ്ങളെ തള്ളിക്കളയണമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിൽകുമാർ. പെൻഷൻ മുടങ്ങിയതല്ല ജോസഫിന്റെ മരണത്തിന് കാരണമെന്നും പ്രസിഡന്റും ഭരണസമിതി അംഗങ്ങളും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കഴിഞ്ഞ 2023 ഒരാൾക്ക് മുഴുവൻ മാസത്തെയും പെൻഷൻ കിട്ടിയാൽ ഒരാൾ കിട്ടുന്ന പെൻഷൻ 19,200 രൂപയാണ്. പക്ഷെ ജോസഫ് പാളയത്തിൽ കൈപ്പറ്റിയത് 24,400 രൂപയാണ്. 19,200 രൂപ കിട്ടിയാൽ 12 മാസത്തെ പെൻഷൻ തികയുന്ന ഒരാൾ 24,400 രൂപ ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയിട്ട് അദ്ദേഹം പെൻഷൻ ലഭിക്കാത്തത് കൊണ്ടാണ് ആത്മഹത്യ എന്ന് പറഞ്ഞാൽ എവിടെയാണ് അംഗീകരിക്കാൻ പറ്റുക? അദ്ദേഹം ചക്കിട്ടപ്പാറ സർവീസ് സഹകരണ ബാങ്കിന്റെ മുതുകാട് ശാഖയിൽ നിന്ന് സജി അലേമ്പ്ര എന്ന് പറയുന്ന ഒരു ബാങ്ക് ജീവനക്കാരൻ, താൽക്കാലിക ജീവനക്കാരൻ, അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്ത 2,000 പെൻഷനാണ്. ആ പെൻഷൻ തുക 13 മാസമായിട്ടും അദ്ദേഹത്തിന്റെ മകൾക്ക് ലഭിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ മകൾ അവരുടെ അഭയകേന്ദ്രത്തിൽ നിന്ന് ആ പെൻഷൻ സ്വീകരിച്ചിട്ടില്ല. അപ്പൊ പെൻഷന്റെ കാര്യത്തിൽ പെൻഷൻ ലഭിക്കാത്തത് കൊണ്ടാണ് ആത്മഹത്യ എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത സംഗതിയാണ്. കൊയിലാണ്ടി താലൂക്ക് ഓഫീസറും ചക്കിട്ടപ്പാറ വില്ലേജ് ഓഫീസറും ഒക്കെ അദ്ദേഹം നിരവധി തവണ ആത്മഹത്യാ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ആത്മാഹുതി കയ്യിൽ മണ്ണെണ്ണയും തീപ്പന്തവുമായി കലക്ടറേറ്റിൽ വന്ന് ആത്മാഹുതി പ്രഖ്യാപനം നടത്തി. അന്ന് അദ്ദേഹത്തിന്റെ ഡിമാൻഡ് അദ്ദേഹത്തിന് സ്ഥലത്തിന് രേഖ കൊടുക്കണമെന്നാണ്. അന്നത്തെ കലക്ടർ സാംബശിവറാവു അദ്ദേഹം പരിശോധിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ചക്കിട്ടപ്പാറ വില്ലേജ് ഓഫീസർ പരിശോധിച്ചു. അപ്പൊ പറഞ്ഞു അദ്ദേഹത്തിന് 1.5 ഏക്കർ കൈവശ ഭൂമിയുണ്ട്, പക്ഷേ 1/2 ഏക്കർ സ്ഥലത്തിന് നേരത്തെ രേഖ കൊടുത്തതാണ്, അതുകൊണ്ട് രണ്ടാമത് അദ്ദേഹത്തിന്
ഇനിയും സർക്കാർ നിന്ന് രേഖ കൊടുക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞാണ്. ഇതൊക്കെ വലിയ വാർത്ത എന്ന പദ്ധതികളൊക്കെ വന്നതാണ്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. പാട്ടുകൾ ആത്മാവിനോട് ചേർത്ത് വെച്ച് ആലപിക്കുന്നത് കൊണ്ടാണ് ഇത്ര സ്വീകാര്യത വന്നതെന്ന് സുപ്രസിദ്ധ ഗസൽ സിനിമ പിന്നണി ഗായകൻ പത്മശ്രീ ഹരിഹരൻ. ഗസൽ ആലാപനത്തിന്റെ 50 വർഷം പിന്നിട്ടതിന്റെ ആഘോഷ പരിപാടിയുടെ ഭാഗമായി കോഴിക്കോട്ടെത്തിയതായിരുന്നു അദ്ദേഹം. 1974 മുതൽ സ്വകാര്യ ചടങ്ങുകളിലും വീടുകളിലെ മഹഫിലുകളിലുമായാണ് ഹരിഹരന്റെ ഗസൽ ജീവിതത്തിന്റെ തുടക്കം. ആ യാത്രയുടെ 50 വർഷം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായാണ് ബേമിസാൽ സംഗീത പരിപാടിയുമായി ഹരിഹരൻ കോഴിക്കോട്ടെത്തിയത്. സംഗീത ജീവിതയാത്ര മുതൽ കോഴിക്കോട്ടെ സംഗീത ആസ്വാദകരെ കുറിച്ചുവരെ ഹരിഹരൻ പങ്കുവച്ചു. Kozhikode is a place where we should do a concert, and I know there's a lot of following here right from the time of Rafi Saab. I would say you have a lot of fans of Rafi Saab, and also Ghulam Ali Bhai, Ghulam Ali ji, who have come and performed here, and it's beautiful to be here and get an audience in Kozhikode. ജനുവരി 25 വ്യാഴാഴ്ച വൈകിട്ട് കാലിക്കറ്റ് ട്രേഡ് സെന്ററിലാണ് പരിപാടി. മേയർ ബീന ഫിലിപ്പ് പരിപാടി ഉദ്ഘാടനം ചെയ്യും. ഗായകരായ ഹരീഷ്, ശിവരാമകൃഷ്ണൻ, സിതാര, ശ്രീനാഥ് തുടങ്ങിയവരും പങ്കെടുക്കും. ഹൈലൈറ്റ് മാൾ പലാക്സി സിനിമാസിന്റെ ഉദ്ഘാടനവും നടക്കും. വാർത്താസമ്മേളനത്തിൽ ഹരിഹരന്റെ കുടുംബ സുഹൃത്തും സംഘാടകനുമായ KP രഞ്ജിത്ത്, ഹൈലൈറ്റ് മാൾ മാർക്കറ്റിംഗ് ഹെഡ് UM തൻവീർ എന്നിവരും സംബന്ധിച്ചു. മാധ്യമ പ്രവർത്തകർക്ക് മുൻപിൽ ഏതാനും ഗസൽ ആലപിച്ചാണ് മുഖാമുഖം അവസാനിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. സർക്കാർ അനുമതി നൽകിയാൽ സഹകരണ മേഖലയിൽ സർവകലാശാല സ്ഥാപിക്കുമെന്ന് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ചെയർമാൻ രമേശൻ പാലേരി കാലിക്കറ്റ് പ്രസ് ക്ലബ്ബിൽ മീറ്റ് ദ പ്രസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സഹകരണ സർവകലാശാല സ്ഥാപിക്കുന്നത് സംബന്ധിച്ച ആശയം സർക്കാരിന് മുന്നിൽ വെച്ചിട്ടുണ്ടെന്ന് ULCCS ചെയർമാൻ രമേശൻ പാലേരി പറഞ്ഞു. പഠിച്ചിറങ്ങിയ ഉടൻ പൂർണ്ണതോതിൽ പ്രവർത്തിക്കാൻ കഴിയുന്നവരെയാണ് വിദേശ സർവകലാശാലകൾ സൃഷ്ടിക്കുന്നത്. ഇവിടെയും അത്തരത്തിലുള്ളവരെ സൃഷ്ടിച്ചെടുക്കുകയാണ് വേണ്ടതെന്നും രമേശൻ പാലേരി വിശദീകരിച്ചു. ULCCS 2025 ഫെബ്രുവരി 13 100 വർഷം തികയ്ക്കും. വിറ്റുവരവിന്റെയും പ്രവൃത്തിയുടെയും കാര്യത്തിൽ ലോകത്ത് 2ാം സ്ഥാനത്തും ഏഷ്യയിൽ 1ാം സ്ഥാനത്തുമാണ് ULCCS. 100ാം വാർഷികം വിപുലമായി ആഘോഷിക്കുമെന്നും ചെയർമാൻ കൂട്ടിച്ചേർത്തു. കാലിക്കറ്റ് പ്രസ് ക്ലബ്ബിൽ മുഖാമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അങ്ങനെ വളർന്ന് ഇപ്പം ലോകത്ത് തന്നെ 2ാം സ്ഥാനത്തും ഏഷ്യയിലെ 1ാം സ്ഥാനത്തും എത്തിയിരിക്കുന്ന പ്രസ്ഥാനം എങ്ങനെ വളർന്നു എന്നുള്ളതാണ് ഞാൻ ഇവിടെ വിശദീകരിക്കാം. കാരണം ഈ 18,000 കുടുംബം എന്ന് പറഞ്ഞാൽ സാധാരണ തൊഴിലാളികളായിട്ടുള്ള പാവപ്പെട്ടവരുടെ ഒരു ജീവിത മാർഗമാണ്. അവരുടെ ലൈഫ് സെക്യൂരിറ്റിയും ജോബ് സെക്യൂരിറ്റിയുമാണ് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് കൊണ്ടാണ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം 18,000 പേർക്ക് എല്ലാ ആനുകൂല്യങ്ങളും ലൈഫ് സെക്യൂരിറ്റിയും ജോബ് സെക്യൂരിറ്റിയും തന്നെ 365 ദിവസവും ജോലി ലഭിക്കുന്ന രീതിയിലും അതുപോലെ തന്നെ എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുന്ന രീതിയിൽ ഒരു സുസ്ഥിരമായിട്ടുള്ളൊരു സ്ഥാപനമായി മാറി. പരിപാടിയിൽ പ്രസ് ക്ലബ് പ്രസിഡന്റ് M ഫിറോസ് ഖാൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി PS രാഗേഷ്, ULCCS മാനേജിംഗ് ഡയറക്ടർ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വാർത്തകളിൽ ഇനി ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കോഴിക്കോടിന്റെ വലിയ ആഘോഷങ്ങൾക്കായി റിതം ഈവന്റ് ഗലേറിയ ആപ്രോൺ ഫെസിലിറ്റിയോട് കൂടിയ കോഴിക്കോട്ടെ ഏറ്റവും വലിയ മെയിൻ സ്റ്റേജ്, 1000-ലധികം സീറ്റിംഗ് കപ്പാസിറ്റി, പുഷ് ബാക്ക് സീറ്റ്സ്, ഇരുവശങ്ങളിലും LED വാളുകൾ, ക്ലൈമറ്റ് കൺട്രോൾ ACയും ക്രിസ്റ്റൽ ക്ലിയർ സറൗണ്ട് സൗണ്ടും, വധുവിനും വരനുമായി പ്രത്യേകം മേക്കപ്പ് റൂമുകൾ, സ്പേഷ്യസ് ലോബി, VIP ഹാൾ, 300-ലധികം ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഡൈനിങ് ഹാൾ, ഓപ്പൺ കിച്ചൺ, വാഷ്റൂം, സപ്പോർട്ടഡ് ക്ലീനിംഗ് സ്റ്റാഫ്, സെക്യൂരിറ്റി സർവീസസ്, വാലെ പാർക്കിംഗ്, ജനറേറ്റർ ബാക്കപ്പ്, വിശാലമായ കാർ പാർക്കിംഗ് തുടങ്ങി മറ്റ് ഫെസിലിറ്റികളും. റിതം ഇവന്റ് ഗലേറിയ, പുത്തൂർ മഠം, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു.
കോഴിക്കോട് നഗരം കേന്ദ്രീകരിച്ച സാമുദായിക സൌഹൃദ കൂട്ടായ്മ മലബാർ ഇനീഷ്യേറ്റീവ് ഫോർ ഹാർമണി മിഷൻ രൂപീകരിച്ചു. മിഷന്റെ ഉദ്ഘാടനം ജനുവരി 28-ന് ജൂബിലി ഹാളിൽ ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. നൂറ്റാണ്ടുകളായി മലബാർ മേഖലയിൽ പ്രത്യേകിച്ചും കോഴിക്കോട്ട് നിലനിൽക്കുന്ന മതസാമുദായിക സൗഹാർദ്ദവും സാഹോദര്യവും സഹവർത്തിത്വവും ആതിഥ്യമര്യാദയും പരസ്പര സഹകരണവും നിലനിർത്തിക്കൊണ്ട് ഊഷ്മളമായ ബന്ധം ഊട്ടിയുറപ്പിക്കാനും സാമൂഹ്യ ബന്ധം തകർക്കുന്ന എല്ലാ സങ്കുചിത ശ്രമങ്ങൾക്കുമെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കാനുമുള്ള പൊതുവേദിയാണ് മിഷെന്ന് സാരഥികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. യുനെസ്കോന്റെ സാഹിത്യത്തിന്റെ നഗരം എന്നുള്ള ഒരുപാട് അതുപോലെ തന്നെ സമാധാനത്തിന്റെ പ്രദേശം, എന്നും സമാധാനവും സന്തോഷവും, എല്ലാവരും ഹാപ്പിനെസ് ആഗ്രഹിക്കുന്നു. അതിന് വേണ്ടി പ്രധാനമായിട്ടും സമാധാനം. എവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ അവിടെ എങ്ങനെ ഇടപെടാൻ പറ്റും, കോംപ്രമൈസ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ എവിടെ നിന്നും തലപ്പൊക്കില്ല എന്ന് ശക്തമായി ഒന്നിച്ചിടപെട്ടുകൊണ്ട് ഒരു മധ്യസ്ഥ രൂപേണ എല്ലാ കാര്യങ്ങളും തീർക്കുക എന്നുള്ളതാണ്. സൗഹൃദ കൂട്ടായ്മയായ മിഷന്റെ ഉദ്ഘാടനം ജനുവരി 28-ന് തളി കണ്ടംകുളം ജൂബിലി ഹാളിൽ നടക്കും. ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള ഉദ്ഘാടനം നിർവഹിക്കും. മിഷ് ചെയർമാൻ പി വി ചന്ദ്രൻ അധ്യക്ഷത വഹിക്കും. അബ്ദുസമദ് സമദാനി MP മുഖ്യപ്രഭാഷണം നടത്തും. ഡോക്യുമെന്ററി സ്വിച്ച് ഓൺ കർമ്മം മിഷ് വൈസ് ചെയർമാൻ MP അഹമ്മദും ലോഗോ പ്രകാശനം കോഴിക്കോട് രൂപത ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലും നിർവഹിക്കും. വാർത്താസമ്മേളനത്തിൽ മിഷ് ചെയർമാൻ പി വി ചന്ദ്രൻ, വൈസ് ചെയർമാൻമാരായ MP അഹമ്മദ്, ഡോക്ടർ K മൊയ്തു, സെക്രട്ടറിമാരായ R ജയന്ത്കുമാർ, ടം ജൌഹർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. രാജസ്ഥാൻ ഗ്രാമീണ കൈത്തറി മേള CSI ഹാളിൽ ആരംഭിച്ചു. രാജസ്ഥാൻ വംശീയ കൈത്തറി, കരകൌശല വസ്തുക്കൾ, ആഭരണങ്ങൾ, പെയിന്റിംഗുകൾ എന്നിവയുടെ പ്രദർശനവും വിൽപ്പനയുമാണ് മേളയിൽ. മേള ഫെബ്രുവരി 3-ന് സമാപിക്കും. പരമ്പരാഗത കൈത്തറി ബെഡ്ഷീറ്റുകൾ, രാജസ്ഥാനിൽ നിന്നുള്ള പെയിന്റിംഗുകൾ, WBയിൽ നിന്നുള്ള സാരികൾ, ഒറീസ ഇക്കാത്ത് സാരികൾ, MP-യിൽ നിന്നുള്ള സിൽക്ക് ചന്ദേരി സാരികൾ, ലക്നൌ ചിക്കൻ ഇനങ്ങൾ എന്നിവ രാജസ്ഥാൻ ഗ്രാമീണ കൈത്തറി മേളയിലുണ്ട്. എല്ലാത്തരം ബ്രെഡ് സ്പ്രെഡുകളും പോച്ചാമ്പള്ളി മെറ്റീരിയലുകളും കാശ്മീർ കുർത്തികളും സാരികളും ടോപ്പുകളും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നു. वहाँ की बहुत सारी फैब्रिक्स जो है कि ऑल ओवर वर्ल्ड में डिमांड है. जैसे कि ये मधुबनी साड़ी, तो मधुबनी साड़ी, मधुबनी पेंटिंग ऑल ओवर वर्ल्ड डिमांड है. इसे नेट पे सर्च करने पे भी जो है कि आपको आ जाता है कि हाँ मधुबनी पेंटिंग क्या है. ये हमारा गौरव है, एक सभ्यता है, जो संस्कृति को हम लोग कपड़े में उतार कर लोगों को इंट्रोड्यूस करते हैं कि बिहार क्या है. और यहाँ जो भी हमारे सहयोगी हैं, सारे के प्रोडक्ट में कुछ ना कुछ खासियत है, चाहे वो बेडशीट हो, साड़ी हो या फिर खादी का कुर्ता हो. सहारनपुर की फर्नीचर भी जो है कि हमारे यहाँ लगा हुआ है. सहारनपुर का बहुत सारा प्रोडक्ट जो है कि अभी शूट किया भी गया होगा, तो वो प्रोडक्ट भी ऑल ओवर इंडिया, ऑल ओवर वर्ल्ड डिमांड होती है. ये बहुत पुराने ज़माने से ही मतलब सहारनपुर अपने आप में गौरव रखता है. പെയിന്റിങ്ങുകൾ, സ്യൂട്ടുകൾ, പഷ്മിന ഷാളുകൾ, കാലങ്കാരി ഉൽപ്പന്നങ്ങൾ, പുരാതന ആഭരണങ്ങൾ, കരകൗശല വസ്തുക്കൾ, ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ, ഫ്രൂട്ട്സ് ചെടികൾ എന്നിവയും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. കൈത്തറികൾക്ക് 20% കിഴിവും കരകൗശല വസ്തുക്കൾക്കും ആഭരണങ്ങൾക്കും 10% കിഴിവും ഉപഭോക്താക്കൾക്ക് ലഭിക്കുമെന്ന് സംഘാടകർ പറഞ്ഞു. മേള ഫെബ്രുവരി 3 വരെ നീണ്ടുനിൽക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. KNM പ്രതിഭാനിർണയ പരീക്ഷ അന്വജം ടാലന്റ് എക്സ്പ്ലോർ ജനുവരി 28-ന് നടത്തും. സംസ്ഥാനത്ത് വിവിധ കേന്ദ്രങ്ങളിൽ രാവിലെ 8 മുതൽ 10 മണി വരെയാണ് പരീക്ഷ നടക്കുക. മദ്രസകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 2000 പേരാണ് പരീക്ഷ എഴുതുക. ഈ പ്രാഥമിക പരീക്ഷയിൽ മികവ് പുലർത്തുന്ന 60 കുട്ടികൾക്ക് വേണ്ടി അതിന്റെ സെക്കൻഡ് ടേം ഒരു പ്രതിഭാ ക്യാമ്പായിട്ട് അടുത്ത ഏപ്രിൽ മാസത്തിൽ നടക്കും. അതിൽ നിന്നാണ് ഫൈനൽ വിജയികളെ കണ്ടെത്തുന്നത്. കേരള നദ്വത്തുൽ മുജാഹിദീൻ വിദ്യാഭ്യാസ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ അന്നുജൂം ടാലന്റ് എക്സ്പ്ലോർ എന്ന പേരിൽ പ്രതിഭാനിർണയ പരീക്ഷ നടത്തും.
6ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തുന്ന ടാലന്റ് എക്സ്പ്ലോറിന്റെ പ്രാഥമിക പരീക്ഷ ജനുവരി 28 ഞായറാഴ്ച രാവിലെ 8 മണി മുതൽ 10 മണി വരെ സംസ്ഥാനത്തെ 51 കേന്ദ്രങ്ങളിൽ നടക്കും. പ്രഗത്ഭരുമായുള്ള സംവാദങ്ങൾ, ഗ്രൂപ്പ് ഡിസ്കഷനുകൾ, മികവുകളുടെ അവതരണം, ടാലന്റ് ലാബ്, ക്വിസ് തുടങ്ങിയവ പ്രതിഭാസംഗമത്തിന്റെ ഭാഗമായി നടക്കും. പ്രതിഭാസംഗമത്തിൽ 1 മുതൽ 10 വരെയുള്ള റാങ്കുകളെ പ്രഖ്യാപിക്കും. ഫൈനൽ മത്സരങ്ങളിലെ റാങ്കുകാർക്ക് ക്യാഷ് അവാർഡും പാരിതോഷികങ്ങളും നൽകുമെന്നും KNM സംസ്ഥാന സെക്രട്ടറി പ്രൊഫസർ MT അബ്ദുസമദ് സുല്ലമി, KNM വിദ്യാഭ്യാസ ബോർഡ് ചെയർമാൻ ഡോക്ടർ PP അബ്ദുൽ ഹക്ക്, ടാലന്റ് എക്സ്പ്ലോർ കൺവീനർ ഡോക്ടർ PMA വഹാബ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പ്രതിഭാധനരായ കുട്ടികളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി ഒരിടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കോഴിക്കോടിന്റെ വലിയ ആഘോഷങ്ങൾക്കായി റിതം ഈവന്റ് ഗലേറിയ ആപ്രോൺ ഫെസിലിറ്റിയോട് കൂടിയ കോഴിക്കോട്ടെ ഏറ്റവും വലിയ മെയിൻ സ്റ്റേജ്, 1000-ലധികം സീറ്റിംഗ് കപ്പാസിറ്റി, പുഷ് ബാക്ക് സീറ്റ്സ്, ഇരുവശങ്ങളിലും LED വാളുകൾ, ക്ലൈമറ്റ് കൺട്രോൾ AC-യും, ക്രിസ്റ്റൽ ക്ലിയർ സറൗണ്ട് സൗണ്ടും, വധുവിനും വരനുമായി പ്രത്യേകം മേക്കപ്പ് റൂമുകൾ, സ്പേഷ്യസ് ലോബി, VIP ഹാൾ, 300-ലധികം ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഡൈനിങ് ഹാൾ, ഓപ്പൺ കിച്ചൺ, വാഷ്റൂം, സപ്പോർട്ടഡ് ക്ലീനിംഗ് സ്റ്റാഫ്, സെക്യൂരിറ്റി സർവീസസ്, വാലെ പാർക്കിംഗ്, ജനറേറ്റർ ബാക്കപ്പ്, വിശാലമായ കാർ പാർക്കിംഗ് തുടങ്ങി മറ്റ് ഫെസിലിറ്റികളും. റിതം ഈവന്റ് ഗലേറിയ, പുത്തൂർ മഠം, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. തകർന്നുകൊണ്ടിരിക്കുന്ന കെട്ടിട നിർമ്മാണ വ്യാപാര മേഖലയെ സംരക്ഷിക്കാൻ സർക്കാർ ഉത്തേജന പാക്കേജ് നടപ്പിലാക്കണമെന്ന് ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് ഷോപ്പ് ഓണേഴ്സ് അസോസിയേഷൻ. എക്സ്പോ ബേപ്പൂർ മണ്ഡലം പൊതുയോഗം രാമനാട്ടുകരയിൽ നടന്നു. രാമനാട്ടുകരയിൽ വെച്ച് നടന്ന ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് ഷോപ്പ് ഓണേഴ്സ് അസോസിയേഷൻ എബ്സോയുടെ ബേപ്പൂർ നിയോജക മണ്ഡലം ജനറൽ ബോഡി യോഗം മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. അസീസ് മലബാർ പ്രസിഡന്റായും ബാബു കോയാസ് ജനറൽ സെക്രട്ടറിയായും മനോജ് നിച്ചു മണ്ണൂർ ട്രഷററായും പുതിയ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. കഴിഞ്ഞ വർഷങ്ങളിലെ മികച്ച എക്സിക്യൂട്ടീവ് അംഗം വിജോയ് റോയലിനെ മെമ്മന്റോ നൽകി ആദരിച്ചു. യോഗത്തിൽ സ്വാഗത സംഘം ചെയർമാൻ അസീസ് മലബാർ അധ്യക്ഷത വഹിച്ചു. ഇസ്മായിൽ പെരുമണ്ണ, കോയ യുണൈറ്റഡ്, ജംഷി സ്വദേശി, വിജോയ് റോയൽ, സിദ്ദിഖ് EP, മുനീർ ജസാഖ്, ബഷീർ സ്റ്റാർ, ജംഷി ഹോം കെയർ, നൌഫൽ NPH തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, രാമനാട്ടുകര. ശിവപുരി റോഡ് ശ്രീ പള്ളത്തിൽക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം സമാപിച്ചു. പൂജകൾ, വെള്ളാട്ടുകൾ, തിറ, ആഘോഷവരവുകൾ എന്നിവ 3 ദിവസങ്ങളിലായി നടന്നു. പ്രദേശവാസികൾ സജീവമായി ഉത്സവ ചടങ്ങുകളിൽ പങ്കെടുത്തു. ജനുവരി 22, 23, 24 തീയതികളിലായാണ് താലപ്പൊലി ഉത്സവം നടന്നത്. ആദ്യ ദിവസം സന്ധ്യാവേലയ്ക്ക് ശേഷം നട്ടത്തിറയും ഓടക്കാളി വെള്ളാട്ടും നടന്നു. 2ാം ദിനം കൽക്കുന്നത്ത് ശിവക്ഷേത്രത്തിൽ നിന്നും കലശം എഴുന്നള്ളിപ്പെത്തി. പിന്നീട് പ്രസാദ ഊട്ടും നടന്നു. ഉച്ചയ്ക്ക് ശേഷം വിവിധ മൂർത്തി വെള്ളാട്ടുകളും തിറകളും ക്ഷേത്രമുറ്റത്ത് നിറഞ്ഞാടി. രാത്രിയിലെ താലപ്പൊലി ഭക്തി നിർഭരമായിരുന്നു. 3ാം ദിവസം നടന്ന ചാന്ത് കലങ്കരിക്കും ശേഷം താലപ്പൊലി ഉത്സവ ചടങ്ങുകൾ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. ഷെയ്ഖ അക്കാദമി ദേശീയ മെഡിക്കോ ഇസ്ലാമിക് സമ്മിറ്റ് എൻസിഫിലോ ജനുവരി 27 നടക്കും. കാലിക്കറ്റ് ടവറിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ വിവിധ സെഷനുകളിലായി വിദഗ്ധർ പങ്കെടുക്കും. എൻസിഫിലോയുടെ 2ാം എഡിഷനാണ് 27 നടക്കുന്നതെന്ന് സാരഥികൾ അറിയിച്ചു. നമ്മുടെ എൻസിഫെല എന്ന പരിപാടി, സ്റ്റുഡൻസ് യൂണിയൻ നടത്തുന്ന എൻസിഫെല എന്ന പരിപാടി
ഈ 27 നടക്കുകയാണ്. അതിന്റെ ഫസ്റ്റ് എഡിഷൻ കഴിഞ്ഞ വർഷം 2022 നവംബറിൽ നടന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ സെക്കൻഡ് എഡിഷൻ ആണ് ഈ വർഷം ജനുവരി 27 നടക്കുന്നത്. ഇസ്ലാം ആൻഡ് സയൻസ് കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ഇസ്ലാമിക് മെഡിക്കോ സമ്മിറ്റ് ആണ് എൻസിഫെലോ 24 ആണ് ഇപ്പം നടക്കാൻ പോകുന്നത്. പെൺകുട്ടികളുടെ പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്വപ്നങ്ങൾക്ക് കരുത്തു പകരുന്ന ഷെയ്ഖ അക്കാദമിയുടെ വിദ്യാർത്ഥി യൂണിയൻ റാബിത്ത അൽഫത്താത്ത് സംഘടിപ്പിക്കുന്ന ദേശീയ മെഡിക്കോ ഇസ്ലാമിക് സമ്മിറ്റായ എൻസിഫെലയുടെ 2ാം എഡിഷൻ ജനുവരി 27 ശനിയാഴ്ച കാലിക്കറ്റ് ടവറിൽ നടത്തും. രാവിലെ 8:30 മുതൽ വൈകിട്ട് 4 വരെ നടത്തുന്ന സമ്മിറ്റിൽ രാജ്യത്തെ വിവിധ മെഡിക്കൽ കോളേജുകളിലെ വിദ്യാർത്ഥിനികളും പ്രാക്ടീഷണർമാരും വിദഗ്ധരും പേപ്പറുകൾ അവതരിപ്പിക്കും. വ്യത്യസ്ത വിഷയങ്ങളിലായി 25 പേപ്പറുകളാണ് അവതരിപ്പിക്കുക. ഉൾക്കാമ്പുള്ള ഗവേഷണം, ആഴമേറിയ ആലോചന എന്ന പ്രമേയത്തിൽ നടക്കുന്ന ഏകദിന സമ്മിറ്റിൽ മെഡിക്കൽ ഉന്നത വിദ്യാഭ്യാസ രംഗങ്ങളിലെ പ്രമുഖർ വിവിധ സെഷനുകളിൽ പങ്കെടുക്കുമെന്നും ചെയർമാൻ സന സൈനബ് അരയങ്കോട്, കൺവീനർ മുഹസിന ആയഞ്ചേരി, സുവാദ് മുഹമ്മദ് കണ്ണൂർ, സുൽത്താന ഫാത്തിമ പതിമംഗലം തുടങ്ങിയവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇലക്ട്രിക്കൽ വയർമാൻ സൂപ്പർവൈസേഴ്സ് ആൻഡ് കോൺട്രാക്ടേഴ്സ് ഏകോപന സമിതി കോഴിക്കോട് ജില്ലാ സമ്മേളനം ചെറുവണ്ണൂർ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. കോഴിക്കോട് MP MK രാഘവൻ ഉദ്ഘാടനം ചെയ്തു. ഷംസുദ്ദീൻ PE അധ്യക്ഷനായിരുന്നു. അഷറഫ് ചുങ്കത്തറ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി വിശ്വനാഥൻ, സംസ്ഥാന ട്രഷറർ ജയചന്ദ്രൻ, മഹേഷ് കുമാർ P, സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ നസീർ തിരൂർ, ഹമീദ് ഓമാനൂർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പ്രതിനിധി സമ്മേളനത്തിൽ പുതിയ കമ്മിറ്റിക്ക് രൂപം നൽകി. ഷംസുദ്ദീൻ PE പ്രസിഡന്റായും ഹാരിസ് PC കൊളത്ര ജനറൽ സെക്രട്ടറിയായും ലോലനാഥൻ M ട്രഷററായും തിരഞ്ഞെടുക്കപ്പെട്ടു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കിഴക്കോത്ത് യൂണിറ്റിന്റെ 32ാമത് യൂണിറ്റ് വാർഷിക സമ്മേളനം എളയത്തിൽ വട്ടോളിയിൽ നടന്നു. കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധി KM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ KK അബ്ദുറഹിമാൻകുട്ടി അധ്യക്ഷനായിരുന്നു. K ഭാസ്കരൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. സംഘടനാ റിപ്പോർട്ട് M സദാനന്ദനും പ്രവർത്തന റിപ്പോർട്ട് C ലോഹിതാക്ഷനും വരവ് ചെലവ് കണക്കുകൾ ഉസ്മാനും അവതരിപ്പിച്ചു. UP അബ്ദുൾ സമദ്, KK ജബ്ബാർ, KK അബ്ദുറഹിമാൻകുട്ടി, K മുഹമ്മദ്, KK വിജയൻ, K ശശിധരൻ, PP സുലൈമാൻ തുടങ്ങിയവരും സംസാരിച്ചു. 2024-25 വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നയപ്രഖ്യാപന പ്രസംഗത്തിൽ സർക്കാരിനെതിരെ ഗവർണർ അതൃപ്തി പ്രകടിപ്പിച്ചത് സർക്കാരിനേറ്റ തിരിച്ചടിയാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ. ചക്കിട്ടപ്പാറ പഞ്ചായത്തിൽ ഭിന്നശേഷിക്കാരൻ ജോസഫിന്റെ മരണവുമായി ബന്ധപ്പെട്ട നുണപ്രചരണങ്ങളെ തള്ളിക്കളയണമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിൽകുമാർ. സർക്കാർ അനുമതി നൽകിയാൽ സഹകരണ മേഖലയിൽ സർവകലാശാല സ്ഥാപിക്കുമെന്ന് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ചെയർമാൻ രമേശൻ പാലേരി. കോഴിക്കോട് നഗരം കേന്ദ്രീകരിച്ച് സാമുദായിക സൗഹൃദ കൂട്ടായ്മ മലബാർ ഇനിഷ്യേറ്റീവ് ഫോർ ഹാർമണി മിഷ് രൂപീകരിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.